24 റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കേരള പത്രപ്രവർത്തക യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ് എഗെയിൻ. അലക്സ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അലക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ പെരുമാറിയത്. അദ്ദേഹം മറ്റെന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരോടായാലും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് 100 തൊടുന്യായങ്ങൾ പറയാനുണ്ടാകും, പക്ഷേ ആ ന്യായങ്ങളൊന്നും ഇവിടെ പ്രസക്തമാകുന്നില്ല. എന്താണ് ശരിക്കും വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ സംഭവിച്ചത്? എസ് കെ, ഗുഡ് മോർണിംഗ്. എസ് കെ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാം. അതായത് ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. 2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും അല്ല. കാരണം ആ പ്രസംഗം കഴിഞ്ഞു. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. CPM നേതാക്കളും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ആ വിഷയം ഏറ്റെടുത്തിരുന്നു. ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്ന കെ മുരളീധരനും AK ബാലനും ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനം, അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകാവുന്ന 2 വിമർശനങ്ങൾ, 2 പ്രസ്താവനകളാണ് നടത്തിയത്. അതിലൊന്ന്, ഈ മുനമ്പത്തെ വെച്ച് വഖഫിനെ കുത്തുകയാണ് സുരേഷ് ഗോപി എന്ന് കെ മുരളീധരൻ പറയുന്നു. അത് കൃത്യമായൊരു പോയിന്റാണ്. രണ്ടാമത്, സുരേഷ് ഗോപിയുടെ വഖഫ് പരാമർശം പോലീസ് പരിശോധിക്കുമെന്ന് AK ബാലനും പറയുന്നു. ഈ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഇതിൽ പ്രതികരണം തേടുന്നത്. അദ്ദേഹം ആദ്യം ഒന്നും മിണ്ടാതെ കടന്നുപോയി. അദ്ദേഹവും ഞാൻ മുഖാമുഖം എത്തുന്ന വേളയിൽ അദ്ദേഹത്തോട് ഞാൻ ഈ AK ബാലൻ്റെ പോലീസ് പരിശോധിക്കുമെന്ന പരാമർശത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പരിശോധിച്ചോട്ടെ എന്ന് സാവധാനം മറുപടി പറഞ്ഞ് കടന്നുപോയതാണ് കേന്ദ്രമന്ത്രി. തൊട്ട് മുകളിലേക്ക് എത്തിയത്, തൊട്ടപ്പുറത്തേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതെന്ന് തോന്നുന്നു. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഗൺമാനെ ക്യാമറാമാൻമാരുടെ അടുത്തേക്ക് അയച്ചിട്ട് ഇതാരാണ്, ഈ ചോദ്യങ്ങൾ ചോദിച്ചത് ആരാണെന്ന് തിരക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ആംഗ്യം കാണിച്ച് നേരിട്ട് വിളിക്കണം. അദ്ദേഹം തന്നെ എന്നെ നേരിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ആംഗ്യം കാണിച്ച് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം മുകളിലേക്ക് പോയി. അദ്ദേഹത്തോടൊപ്പം ആ പരിപാടിക്ക്, സ്വകാര്യ പരിപാടിക്ക് വന്ന ആളുകളുണ്ടായിരുന്നു. ആ സ്വകാര്യ പരിപാടിയുടെ അത് സംഘടിപ്പിച്ച വ്യക്തികളുണ്ടായിരുന്നു. ഒപ്പം സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൺമാൻമാരുണ്ടായിരുന്നു. അതിനുശേഷം ഈ കെട്ടിടത്തിന്, അതായത് ആ കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ലോബിയിലേക്ക്, ഫ്രണ്ടിലേക്ക് തന്നെ കയറുന്ന ആ മുറിയിൽ വെച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ പ്രസംഗത്തെ സംബന്ധിച്ചല്ല എൻ്റെ ചോദ്യം. കാരണം പ്രസംഗം വന്നു കഴിഞ്ഞു, അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു, അത് വിവാദമായി കഴിഞ്ഞു. ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ അങ്ങയുടെ തുടർ പ്രതികരണം തേടുകയാണ് ഞാനുണ്ടായത്. എനിക്ക് സൗകര്യമില്ല എന്ന രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പലപ്പോഴും കോപം കൊണ്ട് വിറയ്ക്കുന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹം അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ കോപം കൊണ്ട് വിറയ്ക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടോ, എൻ്റെ വാക്കുകൾ കേട്ടോ എന്ന് അദ്ദേഹം എന്നോട് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എൻ്റെ വാക്കുകളല്ല ഞാൻ ചോദിച്ചത്. ഈ മുനമ്പത്തെ വെച്ച് വഖഫിനെ കുത്തുന്നു എന്നൊക്കെയുള്ള പരാമർശം അദ്ദേഹത്തെ ചൊടിപ്പിച്ചു, പ്രകോപിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ആവർത്തിച്ചു, അത് എൻ്റെ വാക്കുകളല്ല, അത് ഇന്ന രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ സമുന്നതരായ 2 രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ വാചകങ്ങളാണ്. അതിൽ അങ്ങയുടെ മറുപടിയാണ് ഞാൻ തേടിയത്. അങ്ങാണ് ആ പ്രസംഗം നടത്തിയതും വിവാദമായതും, അതാണ് തേടിയത്. അദ്ദേഹം വീണ്ടും ഈ പ്രസംഗം കേട്ടോ, എൻ്റെ പ്രസംഗം കേട്ടോ എന്ന തരത്തിൽ എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു. അത്തരത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു. എനിക്കും എൻ്റെ നിലപാട് ശബ്ദമുയർത്തി തന്നെ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദിസ് ഈസ് ടോട്ടലി അൺഫെയർ മിനിസ്റ്റർ എന്ന് ഞാൻ അദ്ദേഹത്തോട് എനിക്ക് പറയേണ്ടി വന്നു. തിരിഞ്ഞു പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച്, അതായത് ഈ ദേഷ്യം കൊണ്ട് തല്ലാനൊക്കെ വരുന്നത് പോലെ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കയർത്ത് വരുന്നു അദ്ദേഹം. എന്നിട്ട് അവിടെ നിൽക്കുന്നു. ഞാനും അതേപടി തന്നെ അവിടെ നിന്നു. അദ്ദേഹം വീണ്ടും ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങേപ്പോലെ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു സമീപനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ചോദ്യം ചോദിച്ചതിൻ്റെ പുറത്ത് ആ മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ മാറ്റി നിർത്തി അധിക്ഷേപിക്കാനും ഹാർഷായി സംസാരിക്കാനും ഒരു അവകാശവുമില്ല എന്ന് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ എന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു. പാർലമെന്റിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ കാണിച്ചു തരാമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഗൺമാൻ ഈ ദൃശ്യങ്ങൾ, ഈ മൊബൈൽ ഫോണിൽ അദ്ദേഹം ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൊബൈൽ ക്യാമറയിൽ ഇത് പകർത്താനാണ് ശ്രമമെങ്കിൽ പുറത്തു നിൽക്കുന്ന ക്യാമറാമാൻമാർ, അതായത് 24-ന്റെ അടക്കം എല്ലാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും ആ കെട്ടിടത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. തുടർന്ന് ഈ ഗൺമാൻ അദ്ദേഹം വിലക്കുകയാണ്. അദ്ദേഹം ഗൺമാൻ ക്യാമറ ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത്. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്ന അദ്ദേഹത്തിന് എത്രമാത്രം ഭൂഷണമാണ് എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ആദ്യത്തെ തവണയല്ല SKN മാധ്യമപ്രവർത്തകർക്ക് നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരത്തിൽ പെരുമാറുന്നു. അദ്ദേഹം കയർത്ത് സംസാരിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ ചോദ്യം ചോദിച്ചതിനൊരു മാധ്യമപ്രവർത്തകനെ മാറ്റി നിർത്തി എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയാൻ അദ്ദേഹം ഭീരുവാണോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് അത് പറയാമായിരുന്നു. എനിക്ക് പ്രതികരണമില്ല എന്ന് അദ്ദേഹത്തിന് മാന്യമായി തന്നെ പറയാമായിരുന്നു. അതല്ലാതെ വിളിച്ചു മാറ്റി നിർത്തി അദ്ദേഹം ചോദ്യം
ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഞാൻ ചെയ്തതിൻ്റെ തൊഴിലാണ്, ആ തൊഴിൽ ഇനിയും ചെയ്യും, ആരോടും ചോദ്യം ചോദിക്കും, ഒരു ഭീഷണിക്കും മുട്ടുമടക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നു. അദ്ദേഹം നടത്തിയത് ഒരു സൗഹൃദ സംഭാഷണമാണെങ്കിൽ എസ് അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹവുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്നെ വിളിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ സംസാരിക്കാനായിരിക്കും ഒരുപക്ഷെ എന്താണ് ചോദ്യം, അത് എന്നോട് സൗഹൃദത്തിൽ ആ കാര്യം ആശയവിനിമയം നടത്താനായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു സൗഹൃദ സംഭാഷണമല്ല, അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്ന പ്രിവിലേജ് ഉണ്ടാകും, പക്ഷേ ഞാൻ മാധ്യമപ്രവർത്തകനാണ്, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് എസ് കെ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്താണെങ്കിലും ആ വിഷയം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. CPI ഒക്കെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്, അതുപോലെ CPM നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട് ഇത് അസഹനീയമാണ് സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റമെന്ന് അവർ പരസ്യമായി നിലപാടെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രതിഷേധ ദിനമായി സംസ്ഥാന വ്യാപകമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ കേരള പത്രപ്രവർത്തക യൂണിയനിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ചു, ചില മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചു, ചില പത്രങ്ങളിലെ മാധ്യമ പ്രവർത്തകർ വിളിച്ചു. അവരോടെല്ലാം ഞാൻ ഈ കാര്യങ്ങൾ അതേപടി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിൽ നിന്ന് ചില മാധ്യമ പ്രവർത്തകർ വിളിച്ചു, അവരോട് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നതാ പ്രതിഷേധ ദിനം ആചരിക്കുന്നു. ചില ജില്ലകളിൽ ഈ പ്രതിഷേധ ധർണകളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. താങ്കളുടെ ജോലിയുമായി മുന്നോട്ട് പോകുക. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ചീഫ് എഡിറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഗാന്ധിജിയുടെ ചരിത്രം താങ്കൾ പഠിക്കണം നന്നായിട്ട്. പഠിക്കുമ്പോൾ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലാകും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സമയത്തും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഏറ്റുമുട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഇത്രയും ഉയരുന്ന ഒരു സ്ഥാനം താങ്കൾക്ക് ലഭിക്കുമ്പോൾ കുറച്ചുകൂടി വിനയത്തിൻ്റെ ഭാഷയിൽ ഈ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കാൻ അങ്ങ് ശ്രമിക്കുക. ഇപ്പോൾ അങ്ങ് ചെയ്യുന്നതൊന്നും അങ്ങേക്ക് ഗുണം ചെയ്യില്ല എന്നുകൂടി അങ്ങ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഇത് അങ്ങ് ആവർത്തിക്കരുത് എന്നുകൂടിയുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇതൊരു അങ്ങയുടെ ഭാഗത്തുനിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അവസാനത്തെ കടന്നുകയറ്റമാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതല്ലാതെ വ്യക്തി സൗഹൃദവും അതുപോലെ തന്നെ ചാനലിൽ ജോലി ചെയ്യാനുള്ള ആളുടെ സ്വാതന്ത്ര്യം തമ്മിൽ ഏറ്റുമുട്ടിയാൽ ചാനലിലെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പം ഞാൻ നിൽക്കുമെന്ന കാര്യത്തിൽ സുരേഷ് ഗോപി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുന്നു.